ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുടെ ജോലി പ്രവേശനത്തിനുള്ള പ്രായപരിധി ഇളവ് പിൻവലിച്ചു കേന്ദ്ര സർക്കാർ. 2007 മുതലുള്ള ഉത്തരവാണ് കേന്ദ്രം പിൻവലിച്ചത്. റഷീദ തുടരുന്നുണ്ട്. റഷീദ, ഈ എമ്പുരാൻ സിനിമയും സിനിമയ്ക്ക് മേലുള്ള സംഘപരിവാറിന്റെ കടന്നുകയറ്റവും വലിയ ചർച്ചാ വിഷയമായി നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് കേന്ദ്ര സർക്കാരിന്റെ വളരെ തിടുക്കപ്പെട്ടുള്ള ഇത്തരത്തിലൊരു നടപടി. ആര്യ, തീർച്ചയായും എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉയരുന്നുണ്ടെങ്കിൽ പോലും ഏത് മുഖേനയാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ഇളവുകൾ വെട്ടിച്ചുരുക്കുന്നത് അല്ലെങ്കിൽ പിൻവലിക്കുന്നത് എന്ന കാര്യം ഇതുവരെ കേന്ദ്രം വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും മാർച്ച് 28-ാം തീയതിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത്തരത്തിൽ ഗുജറാത്ത് ചീഫ് സെക്രട്ടറിക്ക് അയച്ചിട്ടുള്ള കത്തിൽ ഈ കാര്യം പരാമർശിക്കുന്നത്. അതായത് ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്കും അതോടൊപ്പം ഈ ബന്ധുക്കൾക്കും മക്കൾക്കും ഈ കേന്ദ്ര സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രായപരിധി നിശ്ചയിച്ചിരുന്നു. 2007 UPA സർക്കാരിൻ്റെ ഭരണകാലത്താണ് ഇത്തരത്തിലൊരു പ്രായപരിധിയിൽ ഇളവ് നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവുണ്ടായത്, ഒരു നടപടി ഉണ്ടായത്. ഈ നടപടിയാണ് ഇപ്പോൾ പൂർണ്ണമായും പിൻവലിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ 2014 BSF അടക്കമുള്ള ഈ സേനകളിലും കേന്ദ്ര സേനകളിലും ഇത്തരത്തിൽ പ്രായപരിധി ഇളവ് ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയും പിൻവലിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും നിലവിൽ 18 വർഷമായി തുടരുന്ന ഈ പ്രായപരിധി ഇളവ് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ ഈ ബന്ധപ്പെട്ട കൊല്ലപ്പെട്ട ആളുകളുടെയും അതോടൊപ്പം മക്കൾക്കും ഏറെ ആശ്വാസം നൽകുന്ന ഒരു നടപടിയായിരുന്നു UPA സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അത് വെട്ടിക്കുറക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. 2007 പുറപ്പെടുവിച്ചിട്ടുള്ള പ്രൊവിഷൻസ് നിർത്തലാക്കുന്നു എന്ന കാര്യമാണ് ഈ ചീഫ് സെക്രട്ടറിക്ക് അയച്ചിട്ടുള്ള കത്തിൽ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതേസമയം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത് എന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഈ കത്തിലോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകാനോ തയ്യാറായിട്ടില്ല. എന്തായാലും നിലവിൽ 5 വർഷത്തോളം ഉണ്ടായിരുന്ന ഈ പ്രായപരിധിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ ഈ നേരത്തെയും ഉയർന്നു വന്നിരുന്നു. ഇതിലൊക്കെ തന്നെ തിരിച്ചടിയാകുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമീപനവുമായി അല്ലെങ്കിൽ ഇത്തരം നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്ന കാര്യം കേന്ദ്ര സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ആര്യ, തീർച്ചയായും കാരണം വ്യക്തമല്ലെങ്കിൽ കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുള്ള ഇത്തരത്തിലുള്ള ക്രൂരമായ നടപടികൾ തുടരുന്ന സാഹചര്യം തന്നെയാണ് കാണാൻ കഴിയുന്നത്. അബ്ദുൾ റഷീദാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.